PSC സക്സസ് ലാഡറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇന്ത്യ ചരിത്രം എന്ന ടോപ്പിക്കിലെ 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ എ റൗലറ്റ് ആക്ട് 1915, ഓപ്ഷൻ ബി ദണ്ഡി മാർച്ച് 1930, ഓപ്ഷൻ സി സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഓപ്ഷൻ ഡി ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 3, 4 ഇത് മൂന്നെണ്ണവുമാണ് ശരിയായ ഓർഡറിൽ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ റൗലറ്റ് ആക്ട് വർഷം തെറ്റാണ്. 1919 റൗലറ്റ് ആക്ട് നടന്നത്. 1919 ഫെബ്രുവരി 6 നടന്ന റൗലറ്റ് ആക്ടിൻ്റെ ഒഫീഷ്യൽ നെയിം ദ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നായിരുന്നു. അതുപോലെ ഈ നിയമത്തെ ദ ബ്ലാക്ക് ലോ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഈ നിയമത്തിൻ്റെ ഒഫീഷ്യൽ നെയിമായിരുന്നു ദ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട്. നടന്ന വർഷം 1919 ഫെബ്രുവരി 6. അതുപോലെ ദണ്ഡി മാർച്ച് 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും ഗാന്ധിജിയും അനുയായികളും ആരംഭിച്ച് ദണ്ഡി കടപ്പുറത്തെത്തിയത് 1930 ഏപ്രിൽ 5 അതിനുശേഷം ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5 ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6 ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം 78. INCയിൽ ഉണ്ടായിരുന്ന INCയുടെ രൂപീകരണ സമയത്തെ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം 72. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നവർ 78. അടുത്തത് 1931 നടന്ന ഗാന്ധി ഇർവിൻ ഉടമ്പടിയെക്കുറിച്ച് നോക്കാം. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമായ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടിയാണ്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചതെങ്കിലും ഇതുപ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ചത് 1934. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഒപ്പുവെച്ചെങ്കിലും ഔദ്യോഗികമായിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചത് 1934. അടുത്തത് സൈമൺ കമ്മീഷനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. പക്ഷേ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ചോദിച്ചാൽ 1928 ഫെബ്രുവരി 3. അതുപോലെ സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്നത് വൈറ്റ് മെൻ കമ്മീഷൻ എന്നാണ്. കാരണം ഇതിൽ ഒരു ഇന്ത്യക്കാർ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്നത് വൈറ്റ് മെൻ കമ്മീഷൻ എന്നായിരുന്നു. ഇതിലെ അംഗങ്ങളുടെ എണ്ണം 7. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത്? ഓപ്ഷൻ എ ഖേദ, ഓപ്ഷൻ ബി അഹമ്മദാബാദ്, ഓപ്ഷൻ സി ചമ്പാരൻ, ഓപ്ഷൻ ഡി ലക്നൗ. ഉത്തരം ഓപ്ഷൻ സി ചമ്പാരൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ഏപ്രിൽ 15 ബീഹാറിലാണ്. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. നടന്ന വർഷം 1918. ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അടുത്തത് ഖേദ സത്യാഗ്രഹം. ഇത് നടന്നത് ഗുജറാത്തിലെ ഖേദ ജില്ലയിലാണ്. വർഷം 1918. ഈ 3 പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് ഗാന്ധിജിയായിരുന്നു. അടുത്തത് ലക്നൗ സമ്മേളനം 1916 നടന്നത്. ഈ ലക്നൗ സമ്മേളനത്തിന് അധ്യക്ഷനെ ഓർത്തിരിക്കുക AC മജുംദാർ. അടുത്ത ചോദ്യം, വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. മൂന്നാമത്തത്, 1931 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. നാലാമത്തത്, സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3 പ്രസ്താവനകൾ തെറ്റാണ്.
2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് 2ാം വട്ടമേശ സമ്മേളനം. അതുപോലെ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം സരോജിനി നായിഡുവും പങ്കെടുത്തിരുന്നു. ഇനി നമുക്ക് വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. 1930, 1931, 1932 എന്നിങ്ങനെ 3 വർഷങ്ങളിലായിട്ടാണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഈ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ലണ്ടനിലെ ജെയിംസ് പാലസിലാണ്. അതുപോലെ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു റാംസെ മക്ഡൊണാൾഡ്. 1ാം വട്ടമേശ സമ്മേളനം 1930 നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ 31, 32 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ഈ പോയിന്റ് കൂടി ഓർത്തിരിക്കണം. അതുപോലെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികളാണ് ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു, മുസ്ലിം വനിതയായ ബീഗം ജഹനാര ഷാനവാസ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത മുസ്ലിം വനിത ആരാണെന്ന് ചോദിച്ചാൽ ബീഗം ജഹനാര ഷാനവാസ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആദ്യത്തേത് ചൗരി ചൗര സംഭവം, 2ാമത്തത് അഹമ്മദാബാദ് മിൽ സമരം, 3ാമത്തത് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം, 4ാമത്തത് ചമ്പാരൻ സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 4, 2, 1, 3. ആദ്യം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം 1917, 2ാമത് നടന്നത് അഹമ്മദാബാദ് മിൽ സമരം 1918, 3ാമത് നടന്നത് ചൗരി ചൗര സംഭവം 1922, 4ാമത് നടന്നത് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം 1929. അടുത്ത ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഔപചാരിക പരിപാടിയുടെ ഭാഗമായ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഔപചാരിക പരിപാടിയുടെ ഭാഗമായ പ്രസ്ഥാനം ഏതാണ്? ആദ്യത്തേത് മദ്യപാനത്തിനെതിരെയുള്ള നീക്കം, 2ാമത്തത് തൊട്ടുകൂടായ്മ നീക്കം ചെയ്യാനുള്ള നീക്കം, 3ാമത് മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഇത് 3ൽ ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഔപചാരിക പരിപാടിയുടെ ഭാഗമായ പ്രസ്ഥാനം അഥവാ പ്രസ്ഥാനങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. തൊട്ടുകൂടായ്മ നീക്കം ചെയ്യാനുള്ള നീക്കം. ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഔപചാരിക ഭാഗമായ പ്രസ്ഥാനം. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല. അടുത്ത ചോദ്യം, താഴെ പറയുന്നത് കാലഗണനാ പ്രകാരം എഴുതുക. ആദ്യത്തേത് റൗലറ്റ് ആക്ട്, 2ാമത്തത് പൂന ഉടമ്പടി, 3ാമത്തത് ബംഗാൾ വിഭജനം, 4ാമത്തത് ലക്നൗ ഉടമ്പടി. ഉത്തരം ഓപ്ഷൻ ഡി 3, 4, 1, 2. അതായത് ആദ്യം നടന്നത് 1905 ബംഗാൾ വിഭജനം, 2ാമത് 1916 ലക്നൗ ഉടമ്പടി, 3ാമത് 1919 റൗലറ്റ് ആക്ട്, 4ാമത് 1932 പൂന ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ നികുതി നൽകാതിരിക്കുക, ഓപ്ഷൻ ബി തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഓപ്ഷൻ സി കൃഷിയിടങ്ങൾ തരിശിടുക, ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ഉത്തരം ഓപ്ഷൻ സി കൃഷിയിടങ്ങൾ തരിശിടുക. അടുത്തത് ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം. ഓപ്ഷൻ എ റൗലറ്റ് നിയമം, ഓപ്ഷൻ ബി ഉപ്പ് നിയമം, ഓപ്ഷൻ സി പ്രാദേശിക പത്ര നിയമം, ഓപ്ഷൻ ഡി സ്റ്റാമ്പ് നിയമം. ഉത്തരം ഓപ്ഷൻ എ റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത് 1919 ഏപ്രിൽ 13 റൗലറ്റ് ആക്ട് 1919 ഫെബ്രുവരി 6 അടുത്ത ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം. 1 നിസ്സഹകരണ സമരം, 2 ഉപ്പ് സമരം, 3 റൗലറ്റ് സമരം,
4 ചമ്പാരൻ സമരം. ഇതിലെ ഏറ്റവും അനുയോജ്യമായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരി. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരമാണ് നിസ്സഹകരണ സമരം. അടുത്തത് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. ഉത്തരം ഓപ്ഷൻ ബി പ്രസ്താവന 1ഉം 2ഉം മാത്രം. പ്രസ്താവന 1ആയ ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. 1905 ജൂലൈ 20 കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയത്. പക്ഷേ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 1905 ജൂലൈ 20 കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജിച്ചത്. ഈ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. അതുപോലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911 ഹാർഡിഞ്ച് പ്രഭു രണ്ടാമനാണ്. ബംഗാൾ വിഭജനം പിൻവലിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണമാണ്. ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുകയും സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുകയും എന്നതായിരുന്നു. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം, രണ്ടാമത്തത് ഖേദയിലെ കർഷക സമരം, മൂന്നാമത്തത് തെലങ്കാന സമരം, നാലാമത്തത് സ്വദേശി പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി തെലങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം. ഇതിൽ തെലങ്കാന സമരം 1946 1951 കാലഘട്ടത്തിൽ ഹൈദരാബാദിലെ നിസാം ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കാർഷിക സമരമാണ്. അടുത്തത് ജാലിയൻ വാലാബാഗ് ദിനം. ഓപ്ഷൻ എ ഏപ്രിൽ 19, ഓപ്ഷൻ ബി ഏപ്രിൽ 13, ഓപ്ഷൻ സി ഏപ്രിൽ 14, ഓപ്ഷൻ ഡി ഏപ്രിൽ 20. ഉത്തരം ഓപ്ഷൻ ബി ഏപ്രിൽ 13. അടുത്തത് 1855-56 ഛോട്ടാ നാഗ്പൂരിൽ നടന്ന സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സഹോദരന്മാർ. 1855-56 ഛോട്ടാ നാഗ്പൂരിൽ നടന്ന സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സഹോദരന്മാർ. ഓപ്ഷൻ എ സിദ്ധു കാനു, ഓപ്ഷൻ ബി ചിറ്റൂർ സിംഗ് ഉമാജി, ഓപ്ഷൻ സി മധുകർ ഷാ ജവഹർ സിംഗ്, ഓപ്ഷൻ ഡി രൂപ് സിംഗ് ജോറിയ ഭഗത്. ഉത്തരം ഓപ്ഷൻ എ സിദ്ധു കാനു. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സഹോദരന്മാരാണ് സിദ്ധുവും കാനുവും. 1855-56 സാന്താൾ കലാപം നടക്കുമ്പോൾ ഡൽഹൌസി പ്രഭു ആയിരുന്നു ഗവർണർ ജനറൽ. സാന്താൾ കലാപം നടന്ന പ്രദേശമാണ് രാജ്മഹൽ കുന്നുകൾ. അന്നത് ബംഗാളിലായിരുന്നു. ഇന്ന് രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അതുപോലെ സാന്താൾ കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് എലമെൻ്ററി ആസ്പെക്ട്സ് ഓഫ് പെസൻറ്റ് ഇൻസർജൻസി. ഇത് എഴുതിയത് രണജിത് ഗുഹ. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സാന്താൾ കലാപം നടന്നതെവിടെ? സാന്താൾ കലാപം നടന്നതെവിടെ? ഓപ്ഷൻ എ കോലാപൂർ, ഓപ്ഷൻ ബി ചിറ്റൂർ, ഓപ്ഷൻ സി ഛോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ ഡി മണിപ്പൂർ. ഉത്തരം ഓപ്ഷൻ സി ഛോട്ടാ നാഗ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഓപ്ഷൻ എ 1764 ബക്സാർ യുദ്ധം, ഓപ്ഷൻ ബി 1757 പ്ലാസി യുദ്ധം,
ഓപ്ഷൻ സി 1857 വിപ്ലവം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി 1857 വിപ്ലവം. അടുത്തത് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം താഴെ പറയുന്നവയിൽ ഏതിൽ കൂടിയായിരുന്നു? ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം താഴെ പറയുന്നവയിൽ ഏതിൽ കൂടി ആയിരുന്നു? ഓപ്ഷൻ എ നിസ്സഹകരണ പ്രസ്ഥാനം. ഓപ്ഷൻ ബി റൗലറ്റ് സത്യാഗ്രഹം. ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ഓപ്ഷൻ ഡി ദണ്ഡി മാർച്ച്. ഉത്തരം ഓപ്ഷൻ ബി റൗലറ്റ് സത്യാഗ്രഹം. അടുത്തത് നിസ്സഹകരണ സമരം നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? നിസ്സഹകരണ സമരം നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ഓപ്ഷൻ എ വാഗൺ ദുരന്തം. ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. ഓപ്ഷൻ സി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓപ്ഷൻ ഡി ഉപ്പു സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ എ ചമ്പാരൻ നീലം കർഷകരുടെ സമരം. ഓപ്ഷൻ ബി അഹമ്മദാബാദ് തുണിമിൽ സമരം. ഓപ്ഷൻ സി സിവിൽ നിയമലംഘന സമരം. ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. ഉത്തരം ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ INC സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. ഈ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു വിജയരാഘവ ആചാരി. അടുത്തത് താഴെ പറയുന്നവരിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? 1 സി കൃഷ്ണൻ നായർ. 2 കുമാരനാശാൻ. 3 രാഘവ പൊതുവാൾ. 4 മന്നത്ത് പത്മനാഭൻ. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളും. ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാമാണെന്ന് നോക്കാം. നെയ്യാറ്റിൻകര സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്, M ശങ്കരൻ. ഈ 4 പേരാണ് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ. അടുത്തത് താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ആദ്യത്തെ പ്രസ്താവന വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം. രണ്ടാമത്തെ പ്രസ്താവന ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ പ്രസ്താവന 1909 ഈ നിയമം നിലവിൽ വന്നു. നാലാമത്തെ പ്രസ്താവന പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം 4ഉമാണ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ഓപ്ഷൻ എ സ്വദേശി പ്രസ്ഥാനം. ഓപ്ഷൻ ബി നിസ്സഹകരണ പ്രസ്ഥാനം. ഓപ്ഷൻ സി സൈമൺ കമ്മീഷനെതിരെയുള്ള സമരം. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഉത്തരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ബോംബെ സമ്മേളനം. 1942 ഓഗസ്റ്റ് 8-നാണ്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് 9. അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9ആണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഹീറോയിൻ, നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. അതുപോലെ ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. അടുത്തത് ചമ്പാരനിലെ നീലം കർഷകരുടെ സമര കേന്ദ്രം. ചമ്പാരനിലെ നീലം കർഷകരുടെ സമര കേന്ദ്രം. ഓപ്ഷൻ എ ഗുജറാത്ത്. ഓപ്ഷൻ ബി ബീഹാർ. ഓപ്ഷൻ സി പഞ്ചാബ്. ഓപ്ഷൻ ഡി ഹരിയാന.
ഉത്തരം ഓപ്ഷൻ ബി ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ എ സി രാജഗോപാലാചാരി, ഓപ്ഷൻ ബി സി ആർ ദാസ്, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. 1928 സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകിയ ബർദോളി സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലായിരുന്നു. അടുത്തത്, 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏതു കപ്പലിലെ നാവികരായിരുന്നു? 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏതു കപ്പലിലെ നാവികരായിരുന്നു? ഓപ്ഷൻ എ INS തൽവാർ, ഓപ്ഷൻ ബി INS രജപുത്, ഓപ്ഷൻ സി INS രൺവീർ, ഓപ്ഷൻ ഡി INS വീർ. ഉത്തരം ഓപ്ഷൻ എ INS തൽവാർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് HMIS തൽവാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഹിസ് മജസ്റ്റീസ് ഇന്ത്യൻ ഷിപ്പ്. 1946 ഫെബ്രുവരി 18 ബോംബെ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന നാവിക കലാപം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർ ഈ കലാപം അടിച്ചമർത്തിയത് 1946 ഫെബ്രുവരി 23. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ നിയമലംഘന പ്രസ്ഥാനം, ഓപ്ഷൻ ബി ബഹിഷ്കരണ പ്രസ്ഥാനം, ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഓപ്ഷൻ ഡി സ്വദേശി പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.